ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇന്നലെ ഞാൻ ഷോർട്സിലിട്ട അതേ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതുണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഓയിലിൽ സോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും, സവാള നീളത്തിലരിഞ്ഞതും, പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, പട്ട ഗ്രാമ്പു ഏലക്കയും, പിന്നെ ജോക്കറിൻ്റെ അരി 4.5 കപ്പ് അരി ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചേക്കുവാണ്. ബിരിയാണി പോട്ട് വെച്ച് അതിലൊരു സ്പൂൺ നെയ്യ് ചേർക്കാം. കൂടെ ഞാൻ ഒരു സ്പൂണ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും നെയ്യ് ചേർക്കാം. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. ഇനി ആ ഓയിലും നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കയും കൂടി ചേർത്ത് അത് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി നീളത്തിലരിഞ്ഞ സവാള ചേർക്കാം. സവാള ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തീ കുറച്ച് വെക്കണം. കാരണം സവാള സോട്ടായാൽ മാത്രം മതി, കളർ ചേഞ്ച് ആവാൻ പാടില്ല. കളർ ചേഞ്ച് ആയാൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കളറും ചേഞ്ച് ആവും, ഒപ്പം നെയ്ച്ചോറിൻ്റെ ടേസ്റ്റും മാറും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് നമുക്കൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം. അതും കൂടി ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. അതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. കാരണം ഇതൊന്നും നമുക്ക് അടുക്കി പിടിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അടുക്കി പിടിച്ചാൽ നമ്മുടെ നെയ്ച്ചോറ് ടേസ്റ്റും മാറും, ഒപ്പം അതിൻ്റെ കളറും പെട്ടെന്ന് ചേഞ്ച് ആവും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഈ സമയത്ത് ചേർക്കാം. ഞാൻ ക്യാരറ്റ് ഓയിലൊന്ന് സോട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഓയിലിൽ സോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ക്യാരറ്റ് ഈ സമയത്ത് ചേർത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇട്ട് വഴറ്റിയാലും മതി. കുതിർത്ത് വാർന്ന് വെച്ചേക്കുന്ന അരി നമുക്ക് ചേർക്കാം. അരിയും കൂടി ചേർത്ത് അതും കൂടി നമുക്ക് കുറച്ചേരം ഇട്ടൊന്ന് വരട്ടണം. കാരണം നമ്മൾ ആദ്യം വെള്ളം ചേർത്തിട്ട് പിന്നെ അരി ചേർക്കുന്ന പകരം ആദ്യം അരി ചേർത്തൊന്ന് വറുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഈ ചോറ് കട്ട കെട്ടുകയോ പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം എനിക്ക് ചോറ് നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം 4.5 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പം 4.5 കപ്പ് അരിക്ക് 9 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ പച്ചവെള്ളം അല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ 9 കപ്പ് വെള്ളം എടുത്ത് അത് തിളപ്പിച്ചാണ് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ സമയത്ത് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഉപ്പ് നോക്കുമ്പോൾ കുറച്ചൊന്ന് കൂടി നിൽക്കണം. അപ്പം ഈ ചോറ് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് നമുക്ക് തോന്നും. അപ്പം നമുക്കിപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർക്കാം. ചേർത്തിട്ടൊന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചാലും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇതിപ്പം നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ല അലൂമിനിയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അതേ ഇളക്കി നമ്മൾ അടച്ച് വെക്കണം. ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി തുറന്ന് നോക്കി. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാൻ നല്ലോണം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് വേണം നമ്മൾ എണ്ണയിൽ വരട്ടി വെച്ചേക്കുന്ന ക്യാരറ്റ് ചേർക്കാൻ. അപ്പം നമുക്ക് ക്യാരറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ എണ്ണയിൽ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തും ചേർക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഇന്ന് ഞാനും എൻ്റെ മോനും തമ്മിൽ ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നെയ്ച്ചോറ് ബിരിയാണി പോലുള്ള ഫുഡുകളിൽ ചോറിനെയും കാട്ടി കൂടുതൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കണം എന്നാണ് അയാളുടെ ഒരു ഇത്. അപ്പോൾ ഇന്നത് ഞാൻ ചേർത്തിട്ടില്ല, അതുകൊണ്ട് യുദ്ധം നടക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഞാൻ നെയ്യ് ചേർത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, തീരെ കട്ടയും കെട്ടിയിട്ടില്ല. ചോറ് തല വിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ ഇനി നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. താങ്ക്